ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അങ്ങനെ നമ്മുടെ കുറേ നാളത്തെ ആഗ്രഹമായിട്ടുള്ള ഒരു ഗാരേജ് സെറ്റ് ചെയ്യാൻ പോകട്ടോ. അത് ഞാൻ ഈ മെക്കാനിക്കൽ വണ്ടികളുടെ താല്പര്യങ്ങൾ തുടങ്ങിയപ്പോൾ ഉള്ള ഒരു ആഗ്രഹമാണ് ഒരു ഗാരേജ് വീട്ടിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കണം എന്നുള്ളത്. അപ്പോൾ അതിനായിട്ടുള്ള ഷെഡും കാര്യങ്ങളൊക്കെ ഓൾറെഡി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ സാധനങ്ങളൊക്കെ ആയാലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മൾ പല സമയങ്ങളിൽ കളക്ട് ചെയ്ത സാധനങ്ങൾ ഓരോ ഭാഗത്തായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് എല്ലാ മെഷീനിൽ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മുടെ വണ്ടികൾ പണിയാനും നമുക്ക് ആവശ്യമുള്ള ചെറിയ ചെറിയ മെക്കാനിക്കൽ വർക്കുകൾ ചെയ്യാനായിട്ടുള്ള നല്ല അടിപൊളി ഒരു ഗാരേജ് വീട്ടിൽ തന്നെ സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇനി മുതൽ അങ്ങോട്ട് നമ്മുടെ ചാനലിൽ നമുക്ക് ഗാരേജ് വീഡിയോസ് വരുന്നതാണ്. വണ്ടികളുടെ വീഡിയോസും എല്ലാം നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ വണ്ടികൾ ഇഷ്ടപ്പെടുന്നവർ, ഗാരേജ് വർക്ക് ഇഷ്ടപ്പെടുന്നവരൊക്കെ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്തോ. ഉടനെ നമ്മൾ അടിപൊളി വീഡിയോസ് ഇറക്കുന്നതാണ് കേട്ടോ. ഗാരേജിന്റെ വർക്കിന്റെ ഫസ്റ്റ് പാർട്ടായിട്ട് നമ്മുടെ ഈ രണ്ട് വണ്ടികൾ ഇവിടുന്ന് മാറ്റണം. ഇവർ രണ്ടുപേരും ഇപ്പോൾ അടുത്തതായിട്ട് എടുക്കാറില്ല. സ്വിഫ്റ്റ് വന്നപ്പോൾ നമ്മുടെ നാനോനെ ലോക്കൽ യൂസിന് ഉപയോഗിക്കാറില്ല. പുള്ളിനെ കൊടുക്കണം ഉടനെ തന്നെ. അതുപോലെ ഫിഗോ ആയാലും നമ്മൾ എടുക്കൽ കുറവാണ്. ഫിഗോയുടെ ടയറും മഞ്ചറായി കിടക്കാം കേട്ടോ. അപ്പോൾ ബാക്കി സ്വിഫ്റ്റ് ഫോർച്യൂണറാണ് ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കണേ. അതുകൊണ്ട് ഇവന്മാർക്ക് ഓട്ടം ഇല്ല കേട്ടോ. അപ്പോൾ ഇവന്മാരെ റെഡിയാക്കി എടുത്ത് നമ്മൾ ഉടനെ തന്നെ കൊടുക്കുന്നതാണ്. നല്ല നീറ്റായിട്ട് ഇതിനൊക്കെ 4 പുത്തൻ ടയറൊക്കെ ഉള്ള വണ്ടികളാണ്. അപ്പോൾ ഈ വണ്ടിയിൽ ഇവിടുന്ന് മാറ്റി നമുക്ക് റെഡിയാക്കാം. ഫിഗോ കൊണ്ട് എടുക്കാൻ പോകണം. ഫിഗോയുടെ ഈ സൈഡിലെ ടയറൊക്കെ പഞ്ചറായി കിടക്കുകയാണ്. കുറേ നാളായിട്ട് എടുത്തിട്ട് ഇതിൻ്റെ പൊടി കണ്ടോ, നിറച്ച് പൊടിയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കാണ്ട് ഇട്ടേക്കണ്ടോ. ആൾ നല്ല ഉഷാറായിട്ട് ഓടിക്കൊണ്ടിരുന്ന കേട്ടോ. അപ്പോൾ വണ്ടി നമുക്ക് ഓണാക്കി നോക്കാം. സംഭവം സ്റ്റാർട്ടായി കേട്ടോ. വേറെ പ്രത്യേകിച്ച് ഫോർഡിനായിട്ട് ലാഗോ കാര്യങ്ങളൊന്നും ഇല്ല. സീറ്റൊക്കെ നിലവിൽ കൂപ്പർ പിടിച്ചിരിക്കുകയാണ്. സ്റ്റിയറിംഗ് കണ്ടോ. ടയർ നമുക്ക് എയർ അടിച്ചെടുക്കാം കേട്ടോ. ഇതൊരു മാരുതിയിൽ നിന്ന് കിട്ടിയൊരു ടയർ ഇൻഫ്ലേറ്ററാണ്. മാമൻ വണ്ടി എടുത്തപ്പോൾ പുള്ളിക്ക് ഓഫറിൽ കിട്ടിയ കേട്ടോ. സ്ക്രാച്ച് ആമിൻ്റെ കിട്ടിയതാണ്. അപ്പോൾ സംഭവം എടുക്കാം. രണ്ട് സംഭവം പൊട്ടിച്ചിട്ട് ഒന്നുമില്ല, പുത്തനായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ്ഫുൾ ആണോ അല്ലോ എന്നൊക്കെ നമുക്ക് ഒന്ന് നോക്കാം കേട്ടോ. ഇതിൻ്റെ ടോർച്ചും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സംഭവം അടിപൊളി യൂസ്ഫുൾ സംഭവം ഉണ്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സാധനം. അത്യാവശ്യം നല്ല ലൈറ്റ് വെയിറ്റും കാര്യങ്ങളൊക്കെയാണ്. സാധനം സിമ്പിളായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ സൈഡിലായിട്ട് പ്ലഗ് ഇൻ ചെയ്യാനുള്ള വയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. കോഡിന് അത്യാവശ്യം ലെങ്ത്തൊക്കെ ഉണ്ട് കേട്ടോ. നല്ല വേറെ ഫുട്ബോളിന് കാറ്റടിക്കാനുള്ള ഒരു സോക്കറ്റൊക്കെ അവിടെയും വന്നിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ടോർച്ചൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. രാത്രി കാലങ്ങളിലൊക്കെ ടയർ പഞ്ചറായി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ഇത് വെച്ചിട്ട് സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് കണക്ട് ചെയ്ത് നമുക്ക് എയർ അടിച്ച് നോക്കാം. ഒരു മിനിറ്റ് മുമ്പ് ആദ്യം വണ്ടിയുടെ പോയിന്റിലേക്ക് കണക്ട് ചെയ്യണം കേട്ടോ. ജസ്റ്റ് കീ ഓൺ ആക്കി കഴിയുമ്പോൾ തന്നെ ഇതിൽ റീഡിങ് 0 എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. ഇത് ഇതിനു മുമ്പ് ഉപയോഗിക്കാത്തതുകൊണ്ട് ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇത് തിരിച്ച് കയറുന്ന സംഭവം ഉണ്ടോ. മറ്റേ കയറ്റി വെച്ച് ലോക്ക് ചെയ്യണം. ഇത് ജസ്റ്റ് നമ്മൾ ആ ക്യാപ്പിനുള്ള തിരിച്ച് സെറ്റ് ചെയ്യണം. നമുക്ക് സ്റ്റാർട്ട് കൊടുക്കാം. സംഭവം പക്ക വർക്കിംഗ് ആണ്. അപ്പോൾ ടയറിൽ അത്യാവശ്യം കാറ്റും കാര്യങ്ങളൊക്കെ കയറിയുണ്ട്. നമുക്ക് ഇത്രയും മതി. ബാക്കി നമുക്ക് കറക്റ്റായിട്ട് പമ്പിൽ പോയിട്ട് അടിക്കാം കേട്ടോ. അപ്പോൾ സാധനം ഓഫ് ചെയ്തു. സിമ്പിളായിട്ട് നമുക്ക് കാറ്റ് കയറി കിട്ടും കേട്ടോ. ഏകദേശം ഒരു 2-2.5 മിനിറ്റ് കൊണ്ട് തന്നെ അത്യാവശ്യം കാറ്റ് കയറി സംഭവം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി വണ്ടി മാറ്റി തുടങ്ങാം കേട്ടോ. നമ്മുടെ നാനോ ഉണ്ടോ. നാനോയുടെ ബാറ്ററി ഊരി വെച്ചേക്കായിരുന്നു. വേറൊരു കൂട്ടുകാരൻ്റെ വണ്ടി ഡൗൺ ആയിട്ട് ഇപ്പോൾ ഈ ബാറ്ററി ഒന്ന് ഊരി ജമ്പ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയി കേട്ടോ. അപ്പോൾ നാനോയുടെ ബാറ്ററി സെറ്റ് ചെയ്യാം. നാനോയുടെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററി ഇങ്ങനെ ഡ്രൈവർ സീറ്റിൻ്റെ അടിയിലാണ്. ആ പോർഷനിലാണ് കേട്ടോ ബാറ്ററി ഇങ്ങനെ. അപ്പോൾ നമുക്ക് ബാറ്ററി സെറ്റ് ചെയ്ത് കൊടുക്കാം. ബാറ്ററിയൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 1 ആഴ്ച കഴിഞ്ഞു കേട്ടോ. AC ഒക്കെ വാങ്ങിക്കെടുക്കാറുണ്ട്. ഫസ്റ്റ് ക്രാങ്ക് ആയില്ല. പെട്രോൾ ഇറങ്ങിപ്പോയി കണ്ടോ. യെസ്, സ്റ്റാർട്ടായി ഗൈസ്. ആദ്യത്തെ ക്രാങ്കിലായെങ്കിലും പെട്രോൾ കയറിയപ്പോൾ പിന്നെ ഇനി ഒറ്റയടി വണ്ടി സ്റ്റാർട്ട് ആവും കേട്ടോ. അപ്പോൾ നാനോയ്ക്ക് റിവേഴ്സ് ക്യാമറ ഉൾപ്പെടെ എല്ലാ സംവിധാനം ഉണ്ട്. സബ്ബൊക്കെ ഉണ്ട് കേട്ടോ. നാനോ ഡീറ്റെയിൽ വീഡിയോ അടുത്ത ദിവസം കാണിച്ചു തരാം.
അങ്ങനെ നമ്മുടെ ഗ്രൗണ്ട് റെഡി ആയിട്ടുണ്ട്. ഇനി പണിതാ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഈ സൈഡിലായിട്ട് ഷെൽഫും കാര്യങ്ങളും കൊടുക്കും. ആ സൈഡിലേക്ക് നമ്മൾ സിസ്റ്റം ഒക്കെ സെറ്റ് ചെയ്ത് ആ ഒരു മൂഡിൽ റെഡി ആക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യാം. അങ്ങനെ നമ്മുടെ പ്ലാറ്റ്ഫോം ഫുൾ സെറ്റ് ആക്കിയിട്ടുണ്ട്, ക്ലീൻ ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ സൈഡിലായിട്ട് നമുക്ക് ഷെൽഫും കാര്യങ്ങളും കൊടുക്കാം. അവിടേക്ക് നമ്മുടെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പോണേ. അപ്പോൾ ഷെൽഫിൻ്റെ സാധനങ്ങളൊക്കെ ഓൾറെഡി നമ്മുടെ വണ്ടീൻ്റെ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. കാണിച്ചു തരാം. അപ്പോൾ അതേ നമ്മൾ നേരത്തെ ഒരു കട നടത്തി കൊണ്ടിരുന്നപ്പോൾ അവിടെ നിന്ന് ബാലൻസ് ചെയ്യുന്ന സാധനങ്ങളാണ് ഈ കിടക്കുന്നത് കേട്ടോ. ഇത് ഫുള്ള് നമുക്കിവിടെ സെറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യണേ, കാണിച്ചു തരാം കേട്ടോ. ചെറിയൊരു ചേഞ്ച് ഉണ്ട് കേട്ടോ. നമ്മൾ ആ സൈഡിൽ സെറ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ ഇതിൻ്റെ 4 തട്ട് വരും. അപ്പോൾ അത്രയും സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഒതുങ്ങൂല. നമുക്ക് ഈ സൈഡിൽ തന്നെ വേണ്ടി വരും. ഇവിടെ അത്യാവശ്യം വലിപ്പമുള്ള. അപ്പോൾ ഈ സൈഡിലേക്ക് നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടോ. ഷെൽഫ് പിടിക്കുന്ന പരിപാടി തുടങ്ങാം കേട്ടോ. അപ്പോൾ അതേ അങ്ങനെ നമ്മുടെ ഷെൽഫിൻ്റെ പണി ഏകദേശം 99% കഴിഞ്ഞു. ഈ ക്ലീനിങ് മാത്രമാണ് ബാക്കിയുള്ളൂ. ബോർഡ് വെച്ച് കഴിഞ്ഞാൽ ഷെൽഫിൻ്റെ എല്ലാ ലെയറിങ് കഴിഞ്ഞു വർക്ക് കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി ഇതിൽ ആ ചെളിയും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ച് കളഞ്ഞാൽ മതി. ബാക്കി എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ അങ്ങനെ കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം നമ്മുടെ ആ ഒരു ഗ്യാരേജിൻ്റെ ഒരു 20% പണി കഴിഞ്ഞു കേട്ടോ. അതായത് ഈ കാണുന്ന പോലെ ഷെൽഫൊക്കെ സെറ്റ് ചെയ്തു, അതുപോലെ ടേബിളൊക്കെ അറേഞ്ച് ചെയ്തിട്ടു, നമ്മുടെ ഇരിപ്പിടം റെഡിയാക്കി. ഇത് നമുക്ക് ഗ്യാരേജ് മാത്രമല്ല, നമുക്കൊരു ചില്ലൗട്ട് സ്പേസും കൂടെ കേട്ടോ. നമുക്ക് ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരുമ്പോൾ ഒന്ന് എൻജോയ് ചെയ്യാൻ. അതുപോലെ തന്നെ നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ ബോറടിക്കാണ്ടിരിക്കുക, അവിടെ വന്നിരുന്നൊരു ഫാമിലിയായിട്ട് ഒരുമിച്ച് ഇരുന്നിട്ട് വണ്ടിയിൽ വർക്ക് ചെയ്യണമെങ്കിൽ സമയം ചിലവഴിക്കാൻ അടിപൊളി സ്പോട്ടാണ്. ആ ഒരു രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് ഗ്യാരേജ് കം ചില്ലൗട്ട് സ്പേസ് ആയിട്ടാണോ. അപ്പോൾ അതെ സാധനങ്ങളൊക്കെ ഉള്ളത് വെച്ച് അറേഞ്ച് ചെയ്തു. ഇനി ബാക്കി സാധനങ്ങളൊക്കെ പല സ്ഥലത്തായിട്ട് സ്പ്ലിറ്റ് ആയി കിടക്കുകയാണ്. അതൊക്കെ എടുത്ത് അറേഞ്ച് ചെയ്യാനുണ്ട്. അതുപോലെ ഇതിലൊക്കെ കുളി ഫിലിപ്പിൻ്റെ സാധനങ്ങളൊക്കെയാണ്. ഇനി നമ്മൾ സ്റ്റിക്കർ കട്ടിങ് പ്ലോട്ടർ ഉൾപ്പെടെയുള്ള എല്ലാ സാധനങ്ങളും റെഡിയാക്കും. ഒരു വണ്ടിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും A to Z സാധനങ്ങൾ നമ്മുടെ ഗ്യാരേജിൽ സെറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് കാണാനായിട്ട് മറക്കാണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.